2014 BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല്. 2016 ജൂലൈ 19 ആദ്യമായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 12 ബില്ല് സംയുക്തമായ പാർലമെന്ററി സമിതിക്ക് കൈമാറി. അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കൊറോണ പിടിച്ച് വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സമയത്താണ് ഈ ബില്ല് പാർലമെന്റിലേക്ക് വരുന്നത്. 2019 ജനുവരി 7 സമിതി റിപ്പോർട്ട് നൽകുന്നു. 2019 ജനുവരി 8 ലോക്സഭ ബില്ല് പാസ്സാക്കുന്നു. പക്ഷേ രാജ്യസഭയിൽ പാസ്സായില്ല. അത് പാസ്സാക്കാതിരുന്ന സാഹചര്യത്തില് 16ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബില്ല് അസാധുവായി മാറുന്നു. വീണ്ടും ഡിസംബർ 4 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് 9 ആഭ്യന്തര മന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 311 വോട്ടുകൾക്കാണ് ലോക്സഭയിലെ ബില്ല് പാസ്സാകുന്നത്. അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൗരത്വ രജിസ്റ്റർ, അതായത് NRC, അതിന്റെ അവസാനത്തെ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചു. ആ സമയത്ത് 40.7 ലക്ഷം പേര് പുറത്തായത് സങ്കീർണതകളിലേക്ക് വഴി തുറന്നു. അങ്ങനെയാണ് ഒരുപാട് പ്രഹസനങ്ങളും പ്രതിഷേധ പരിപാടികളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അസമിലെ പൗരത്വ വിഷയം ദേശീയ തലത്തില് രാഷ്ട്രീയ മാനം കൈവരിച്ചു എന്ന് മാത്രമല്ല, രാജ്യത്തിന് മുന്നിലുള്ള മാനുഷിക പ്രശ്നമായിട്ടും അത് മാറി. അന്തിമ പട്ടിക തയ്യാറായിട്ടില്ലെങ്കിലും കരട് രജിസ്റ്ററില് പുറത്തായ ആളുകളില് 28 ലക്ഷം ആളുകൾ ഹിന്ദുക്കളാണ്, 10 ലക്ഷം മുസ്ലിങ്ങൾ, ബാക്കി മറ്റു വിഭാഗക്കാർ അനധികൃതമായ കുടിയേറ്റക്കാരായിട്ടാണ് ഇവരെ സർക്കാർ കാണുന്നത്. അപ്പോ 28 ലക്ഷം ഹിന്ദുക്കൾ പുറത്തായപ്പോൾ അവരാരും ഒരു പ്രതിഷേധവുമായിട്ട് വന്നില്ല. 10 ലക്ഷം മുസ്ലിങ്ങൾ പുറത്തായപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നം. ഇതൊരു നിയമമല്ലേ? ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ 6 മതവിഭാഗങ്ങളായ ആ നാട്ടിലെ ന്യൂനപക്ഷക്കാർ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അവർക്കാണ് പൗരത്വം. മുസ്ലിങ്ങളെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല. അതുകൊണ്ട് അവരെ എടുത്ത് പുറത്താക്കുമെന്ന് ഇതിനകത്തുണ്ടോ? അപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് അസമിലെ 10 ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഒരു മുസ്ലിമിനും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, ഒരു രൂപത്തിലും ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല. എന്നിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഒരു പ്രതിഷേധമൊക്കെ കാണുന്നത്. CAA ചട്ടം മരവിപ്പിക്കണം എന്നാവശ്യപ്പെടുകയാണ് ഡിവൈഎഫ്ഐ. അവരാണിപ്പോ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. CAA ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ നിലനിൽക്കുമെന്നതുകൊണ്ട് പുതിയ ചട്ടം മരവിപ്പിക്കണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യങ്ങളും പ്രീണിപ്പിക്കുകയും അത് വോട്ട് ബാങ്ക് ആക്കി മാറ്റുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിറങ്ങിയ ഇവർക്ക് ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊരു ചാകരയായിട്ട് അവർ കാണുന്നു. നിയമ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ നിയമജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തിയതായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് AM റഹീം MP അറിയിച്ചിട്ടുമുണ്ട്. നിലവില് 250-ൽ കൂടുതൽ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത്. ഈ പശ്ചാത്തലത്തില് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്നാണ് ഈ ഹർജി പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പുതിയ ചട്ടങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയോടൊപ്പം തന്നെ. അവരും സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നു ഡിവൈഎഫ്ഐയുമായിട്ട് ചേർന്നിട്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെടുന്നു. ഈ നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടാണോ ഇവർ ഈ പറയുന്നത്? പെട്ടെന്ന് യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നാണ് സർക്കാർ അന്ന് സുപ്രീം കോടതിയെ അറിയിച്ചതെന്നും ഈ ചട്ടങ്ങൾ ഇപ്പോൾ പുതിയ ചട്ടം പുറത്തിറക്കിയതുമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നുമാണ് പാണക്കാടിന്റെ അഭിപ്രായം. പുതിയ ചട്ടങ്ങള് ഒരു തരത്തിലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സമാന മനസ്കരുമായി ചേർന്ന്, അതായത് ഡിവൈഎഫ്ഐ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അവരുമായി ചേർന്ന് ഇതിനെതിരെ പോരാടും എന്നാണ് ഇപ്പോൾ നമ്മുടെ സാദിഖ് അലി തങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അഖിലേന്ത്യാ മുസ്ലിം നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് പ്രശ്നമാക്കണ്ട, ഇത് മുസ്ലിങ്ങളെ ഒരു രൂപത്തിലും ബാധിക്കുന്ന വിഷയമല്ല, ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഈ ഭേദഗതി നിയമം സുപ്രീം കോടതിയെ സമീപിക്കാൻ കൂടുതൽ സംഘടനകൾ ഒരുങ്ങുവാണ്. സംസ്ഥാന സർക്കാരിനോടൊപ്പം വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും ചേരുകയാണ്. അങ്ങനെ എല്ലാം കൂടി എന്തോ മുസ്ലിങ്ങളെ ഒക്കെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കുന്ന ഒരു നിയമമായിട്ട് മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇവർ അവതരിപ്പിക്കുവാണ്. അതായത് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയത് വഴി സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പമുണ്ടാകും എന്ന തോന്നൽ മുസ്ലിങ്ങളിൽ ഉണ്ടാക്കുക. നേരത്തെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയില് എന്ത് തരത്തിലുള്ള തുടർ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിയമപരിശോധന ഇതുവരെ തുടങ്ങാത്ത സാഹചര്യത്തിൽ വീണ്ടും മുസ്ലിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്നിവർക്ക് വരുത്തി തീർക്കണം. നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെയും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല. ഇന്നലെയാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്. നമുക്ക് മാത്രം പറ്റില്ല എന്ന് എങ്ങനെ പറയും? എങ്ങനെയാണ് ഈ നിയമത്തെ മറികടക്കേണ്ടത് എന്ന ആലോചനയിലാണ് ഇപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ. അതായത് ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വത്തിന് ഇത് വിരുദ്ധമാണ് എന്നിവർക്ക് വരുത്തി തീർക്കണം. കേന്ദ്ര നിലപാട് എപ്പോഴും ജനാധിപത്യ വിരുദ്ധമാണെന്നും മുസ്ലിം വിരുദ്ധമാണെന്നും വരുത്തി തീർക്കണം. അങ്ങനെ പൗരത്വ നിയമ ഭേദഗതി നിയമപരമായി നിലനിൽക്കില്ല എന്നും അതിനൊരിക്കലും തങ്ങൾ തയ്യാറാകില്ല എന്നും ഈ നിയമ ഭേദഗതിയിൽ നിന്ന് കേരളം മുക്തമാണെന്നും പറഞ്ഞ് കേരളത്തെ വിശ്വസിപ്പിക്കുക, അതുവഴി കുറച്ച് മുസ്ലിങ്ങളുടെ ഐക്യം നേടിയെടുക്കുക, ഇത് മാത്രമാണ് നമ്മുടെ പിണറായി സഖാവിന്റെ ലക്ഷ്യം. നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗിനോടൊപ്പം സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുമ്പോൾ എന്തായിരുന്നാലും ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെതിരെ ആര് നിന്നാലും അവരെ പ്രതിരോധിക്കാൻ ആര് മുന്നോട്ട് വരുന്നോ നമ്മൾ അവരുടെ കൂടെ നിൽക്കും. അതായത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇത് എന്ന് വരുത്തി തീർക്കുക എന്നത് അവരുടെ അജണ്ടയാണ്. അതിനോടൊപ്പം നിൽക്കുന്ന നയം തന്നെയാണ് പിണറായി സഖാവും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് ഹർജി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഡിവൈഎഫ്ഐയും സുപ്രീം കോടതിയെ സമീപിക്കുന്നു, കേന്ദ്ര സർക്കാരും സമീപിക്കുന്നു, മുസ്ലിം ലീഗും സമീപിക്കുന്നു. നിയമം നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് നമ്മുടെ എ റഹീം പറഞ്ഞിരിക്കുന്നത്. പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുമെന്നാണ് പറയുന്നത്. അപ്പോ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവിടെ നിന്ന് കയറി വരുന്ന മുസ്ലിങ്ങളെ മാത്രം പൗരത്വം നൽകുകയും മറ്റവരെയൊക്കെ അടിച്ച് പുറത്താക്കുകയും ചെയ്താൽ അത് മതത്തിന്റെ പരിധിയിൽ വരുമോ? ഭരണഘടനയോടുള്ള വെല്ലുവിളി ശരിക്കും നടത്തുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരും അവരുമായി ചേർന്ന് നിൽക്കുന്ന മുസ്ലിം സംഘടനകളുമാണ്. ഇതിനെതിരെ, ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇവരൊരുങ്ങുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നല്ല മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. വിദ്യാഭ്യാസവും വിവരവുമുള്ള, പത്രം വായിക്കുന്ന, രാജ്യത്ത് നടക്കുന്ന സകലമാന കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയുന്ന ആളുകൾ പറയുന്നുണ്ട് ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഈ നിയമത്തിനെതിരെ നിരവധി ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നത്. ഇതിനിടയിലാണ് തിടുക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഈ തിടുക്കത്തിൽ തന്നെ ഇവരും തിരിച്ച് ഹർജിയുമായി പോകുകയാണ്. രാജ്യത്തെ വംശീയമായി ഒരു റിപ്പബ്ലിക് ആക്കാനുള്ള ശ്രമമാണ് ഇവിടെ നമ്മുടെ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരാണെന്നും മുസ്ലിം വിരുദ്ധനാണെന്നും പറഞ്ഞു വെക്കുക മാത്രമല്ല, അത് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്ത് വിഷമിക്കേണ്ട, ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കാനും നമ്മുടെ പിണറായി സഖാവ് മറക്കുന്നില്ല. അതായത് മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല? ഈ വാഴകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. മുസ്ലിം രാജ്യത്ത് നിന്നു വന്ന, അവരുടെ പീഡനം സഹിക്കവയ്യാതെ വന്ന ശേഷിക്കുന്ന തുച്ഛം ഈ 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിലുള്ളത്. അവരെവിടെ പോകും? അവർക്ക് പോകാൻ വേറെ ഒരു നിവൃത്തിയുമില്ല. ഇപ്പോ അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണം ആരംഭിച്ചു. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ അഭയാർത്ഥികളാക്കപ്പെട്ടതാരാ? അഫ്ഗാനികൾ തന്നെയാണ്. ഈ അഫ്ഗാനികൾ എവിടേക്കാ ചേക്കേറിയത്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അപ്പൊ അവർക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമം ആ രാജ്യം കൊണ്ടുവന്നാൽ, ഇതുപോലെ ഏതെങ്കിലും തുക്കടാച്ച് സംസ്ഥാന സർക്കാരുകൾ അതിനെതിരെ നിന്നാൽ നിങ്ങൾ എന്തു പറയും? അപ്പൊ ഇതൊരിക്കലും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല.